ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് ചെയ്യുന്നത്. അനീതിക്ക് വേണ്ടിയിട്ട് ചേച്ചിയാണ് നമുക്ക് മെറ്റീരിയലൊക്കെ എടുത്ത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് എനിക്ക് ഈ ഡ്രസ്സിന് മാത്രമാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് ചേച്ചിക്കും കൂടെ ഒരു ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇവിടം വരെ മോളെ കൊണ്ടുവന്ന് അളവെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരെനിക്ക് മെഷർമെന്റ്സ് ഒക്കെ വാട്സപ്പിൽ അയച്ചു തരാണ് ഉണ്ടായത്. കൂടെ റെഫറൻസ് പിക്കും അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലെ പോലെ തന്നെ ടോപ്പിന് പ്ലെയിൻ മെറ്റീരിയലും സ്കേർട്ടിന് പ്രിന്റ് ഉള്ള മെറ്റീരിയൽ എടുക്കാനാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ ഷോപ്പിലെത്തി വീഡിയോ കോൾ ചെയ്തിട്ടാണ് എനിക്ക് മെറ്റീരിയലൊക്കെ കാണിച്ചു തന്നത്. പക്ഷേ അവിടെ അതിലേക്ക് മാച്ച് ആയിട്ടുള്ള പ്ലെയിൻ മെറ്റീരിയൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ സ്കേർട്ടിനും ബ്ലൗസിനും സെയിം മെറ്റീരിയലിനെ എടുക്കാമെന്ന് കരുതി. നല്ലൊരു ഡാർക്ക് ഗ്രീന് കളറാണ് കേട്ടോ ഈ മെറ്റീരിയൽ വരുന്നത്. പക്ഷേ എനിക്ക് ഇത് വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഭംഗി നേരിട്ടാണെന്നാണ് തോന്നുന്നത്. പതിവ് പോലെ തന്നെ ഇതിലേക്കുള്ള ലേസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ എടുത്ത മെഷർമെൻറ്റിലല്ല ഞാനിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ അയച്ചെന്നതിൽ ആകെ കുറച്ച് അളവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ചത് തന്നെ. പക്ഷെ എന്തൊക്കെയായാലും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഭംഗിയുണ്ട് ഇത് നേരിട്ട് കാണാനായിട്ട്. ഇനി എന്തായാലും ഇത് കസ്റ്റമറിന് പാകമായാൽ മാത്രം മതി. ബ്ലൗസിൻ്റെ കാര്യത്തിൽ എന്തായാലും എനിക്ക് അത്ര തന്നെ പേടില്ല. കാരണം എന്താ വെച്ചാൽ ഇത് സൈസസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെന്ന് ബാക്കിൽ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഒരു കൺഫ്യൂഷൻ വരുന്നത് സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ടാണ്. സ്കേർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അത് പിന്നെ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി എങ്ങാനും കുറഞ്ഞു പോയാലോ, ഞാൻ എടുത്ത ഈ പണി വീണ്ടും എടുക്കണമല്ലോ എന്നുള്ള ടെൻഷൻ മാത്രമേ എനിക്കുള്ളൂ. ഈ സെയിം മെറ്റീരിയലുള്ള ഒരു കുഞ്ഞു കുട്ടിയുടെ സ്കേർട്ടും ടോപ്പും കണ്ടപ്പോൾ അതുപോലെ ഒരെണ്ണം തയ്ക്കണം എന്ന് കരുതി ഞാൻ ആ പിക്ക് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരുപാട് മുന്നേ ആയിരുന്നു കേട്ടോ. പക്ഷെ കുറച്ച് ടൈം എടുത്തിട്ടായാലും എൻ്റെ ആഗ്രഹം പോലെ തന്നെ ഇപ്പം എനിക്കത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടി. ഇനി എന്തായാലും പതിവ് പോലെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.